നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ജീവിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുത്തെ കഠിനമായ തിയറി പരീക്ഷകൾ 44% ആളുകളും തോറ്റുപോകാറുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ എത്ര വർഷത്തെ ഡ്രൈവിംഗ് പരിചയമുള്ളവർക്കും ജർമ്മനിയിലെ നിയമങ്ങൾ കണ്ട് തല പുകയാറുണ്ട്. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെ പഠിച്ചാൽ ആദ്യ തവണ തന്നെ ഈ പരീക്ഷ എങ്ങനെ പാസ്സാകാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൈഡാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം. ഇതിനായി 6 സ്മാർട്ട് വഴികളാണ് ഞങ്ങൾ പറയുന്നത്. ജർമ്മനിയിൽ ഒരു വണ്ടി സ്വന്തമാക്കുക എന്നതും അത് ഓടിക്കുക എന്നതും പല പ്രവാസികളുടെയും വലിയൊരു സ്വപ്നമാണ്. എന്നാൽ അതിനുള്ള ആദ്യ പടിയായ തിയറി പരീക്ഷ, അതായത് തിയററ്റിഷ് പ്രൂഫും പലർക്കും വലിയൊരു കടമ്പയാണ്. ടുഫ് അല്ലെങ്കിൽ ഡേക്ര എന്നീ ഒഫീഷ്യൽ ടെസ്റ്റ് സെന്ററുകളിൽ വെച്ച് കമ്പ്യൂട്ടർ മുഖേനയാണ് 45 മിനിറ്റ് നീളുന്ന ഈ പരീക്ഷ നടക്കുന്നത്. ആകെ 30 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ ടെക്സ്റ്റുകൾ, ചിത്രങ്ങൾ, 3D ആനിമേഷൻ വീഡിയോകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ജർമ്മൻ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നിലധികം ഉത്തരങ്ങൾ ശരിയായിരിക്കാം എന്നതാണ്. എല്ലാ ശരിയായ ഉത്തരങ്ങളും ടിക്ക് ചെയ്താൽ മാത്രമേ ഈ ചോദ്യത്തിന്റെ പോയിന്റ് ലഭിക്കുകയുള്ളൂ. ഇനിയും തോൽക്കാൻ സാധ്യത ഏറുന്ന ജർമ്മൻ പെനാൽറ്റി പോയിന്റ് സിസ്റ്റം, അതിനെപ്പറ്റി പറയുമ്പോൾ ജർമ്മനിയിലെ തിയറി പരീക്ഷയിൽ തെറ്റായ ഉത്തരങ്ങൾക്ക് പകരം പെനാൽറ്റി പോയിന്റുകളാണ്, അതായത് ഫെയിലർ പുങ്ക്റ്റ് എന്ന് പറയും, അതാണ് നൽകുന്നത്. ഓരോ ചോദ്യത്തിനും അതിന്റെ പ്രാധാന്യം അനുസരിച്ച് 2 മുതൽ 5 വരെ പോയിന്റുകളാണ് ഉണ്ടാവുക. പരീക്ഷ പാസ്സാകാൻ ആകെ പെനാൽറ്റി പോയിന്റുകൾ 10ൽ കൂടാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളായ വലതുവശത്ത് നിന്ന് വരുന്നവർക്ക് മുൻഗണന, അത് റൈറ്റ് ഓഫ് വേ, റെസ്റ്റ് ഫോർ ലിങ്ക്സ് പോലുള്ള 5 പോയിന്റുള്ള 2 ചോദ്യങ്ങൾ തെറ്റിയാൽ നിങ്ങൾ പരീക്ഷയിൽ അപ്പോൾ തന്നെ തോക്കും. ആകെ പോയിന്റ് 10 ആണെങ്കിൽ പോലും. ഇനി തോറ്റാൽ വീണ്ടും പരീക്ഷ എഴുതാൻ 14 ദിവസം കാത്തിരിക്കണമെന്ന് മാത്രമല്ല, വീണ്ടും ഫീസ് അടയ്ക്കുകയും വേണം. ആദ്യ തവണ തന്നെ പാസ്സാകാൻ പ്രവാസികൾക്കുള്ള 6 കിടിലൻ ടിപ്പുകളാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നാമത്തേത്, കണക്കുകളും ഫോർമുലകളും മനഃപ്പാടമാക്കുക, അതായത് ഫോക്കസ് ഓൺ നമ്പേഴ്സ്. പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ചില മാത്തമാറ്റിക്കൽ ഫോർമുലകളുണ്ട്. വണ്ടിയുടെ വേഗതയനുസരിച്ച് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, റിയാക്ഷൻ ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നിവ കണക്കാക്കാൻ ജർമ്മൻ മോട്ടോർ വകുപ്പിന് കൃത്യമായ ഫോർമുലകളുണ്ട്. ഉദാഹരണത്തിന് വേഗതയെ 10 കൊണ്ട് ഹരിച്ച് പരസ്പരം ഗുണിക്കുന്നത്. കൂടാതെ പാർക്കിംഗ് ദൂരപരിധികൾ, സ്പീഡ് ലിമിറ്റുകൾ എന്നിവയും കാണാതെ പഠിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഡ്രൈവിംഗ് സ്കൂൾ ആപ്പുകൾ ഉപയോഗിക്കുക. ജർമ്മനിയിലെ ചോദ്യങ്ങൾ വരുന്നത് മാറാത്ത ഒരു വലിയ ഒഫീഷ്യൽ ചോദ്യശേഖരത്തിൽ നിന്നാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക ലേണിംഗ് ആപ്പുകൾ, അതായത് ഫാറൻ ലേണൻ പോലുള്ളവ ഉപയോഗിച്ച് എല്ലാ ചോദ്യങ്ങളും പലതവണ ആവർത്തിച്ച് ചെയ്ത് പഠിക്കുക. മോക്ക് ടെസ്റ്റുകളിൽ സ്ഥിരമായി പാസ്സാകാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പരീക്ഷാ തീയതി ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, മലയാളികൾക്ക് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ കൃത്യമായി അറിയില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. ഈ പരീക്ഷ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക് ഉൾപ്പെടെ 12 പ്രമുഖ ഭാഷകളിൽ ലഭ്യമാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ഭാഷ തിരഞ്ഞെടുക്കാം. ഇത് സാങ്കേതിക വാക്കുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അടുത്തത്, 4ാമത്തെ പോയിന്റ്, 5 പോയിന്റ് ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. അപകടകരമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് 5 പെനാൽറ്റി പോയിന്റുകൾ ഉണ്ടാവുക. ഇതിൽ ഒരു തെറ്റ് പോലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്പിൽ ഇത്തരം ചോദ്യങ്ങൾ മാത്രമായി ഫിൽട്ടർ ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി 5ാമത്തെ പോയിന്റ്, വീഡിയോ ചോദ്യങ്ങൾ സാവധാനം കാണുക. ആനിമേഷൻ വീഡിയോ ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഉത്തരം എഴുതാൻ തിടുക്കം കാട്ടരുത്. വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചുറ്റുപാടും ഉള്ള അപകട സാധ്യതകൾ, അതായത് സൈഡ് റോഡിൽ നിന്നും പെട്ടെന്ന് വലിയ റോഡിലേക്ക് കയറുന്ന സൈക്കിളുകാരൻ, ദൂരെയുള്ള സൈൻ ബോർഡുകൾ, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കണം. പരീക്ഷാ ഹാളിൽ വീഡിയോകൾ 5 തവണ വരെ റീപ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണം. അടുത്തത്, ദിവസേനയുള്ള പഠന ശൈലിയാണ്. പരീക്ഷയുടെ തലേദിവസം വരുന്ന 200-300 ചോദ്യങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ ജർമ്മൻ പരീക്ഷയിൽ നെഗറ്റീവ് ഫലം ലഭിക്കാനാണ് ഏറെ സാധ്യത. ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വീതം ചോദ്യങ്ങൾ പതിവായി ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും മികച്ച തന്ത്രം. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിച്ച് പരീക്ഷയ്ക്ക് പോയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് തിയറി പരീക്ഷ പാസ്സാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി എണ്ണവർക്കും സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.